ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള മാനസാന്തരപ്പെട്ട വചനം കേട്ട ദൈവമക്കളോട് ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട്, ദൈവവചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ ചെന്നിരിക്കുകയാണ്. ഈ എഫേസോസ് എന്ന് പറയുന്നതായ പട്ടണം ഏഷ്യ മൈനറിലെ ഒരു വാണിജ്യ നഗരമാണ്, ഒരു തുറമുഖ പട്ടണമാണ്. ഏഷ്യ മൈനറിൻ്റെ ഭണ്ഡാരമെന്നും ഏഷ്യ മൈനറിൻ്റെ പ്രവേശന കവാടമെന്നും പ്രവേശന കേന്ദ്രമെന്നുമെല്ലാം അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു പട്ടണമാണ് എഫേസോസ് എന്ന് പറയുന്നത്. മാത്രമല്ല, അന്നത്തെ കാലത്ത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഡയാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിരുന്നത് എഫേസോസിലാണ്. അങ്ങനെ എന്തുകൊണ്ടും പ്രശസ്തി ആർജിച്ച ഒരു തുറമുഖ പട്ടണമാണ് എഫേസോസ്. ഈ എഫേസോസിലാണ് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ കാലം താമസിച്ച് വേല ചെയ്തതും കർത്താവിൻ്റെ വചനം പറഞ്ഞതും. അങ്ങനെ ആദ്യമായിട്ട് ആരംഭകാലങ്ങളിൽ എഫേസോസിൽ ചെല്ലുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെയുള്ള ദൈവമക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ആ ചോദ്യം ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അവിടെയുള്ള എഫേസോസിലെ ദൈവമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വാസത്താൽ ലഭിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ എന്ന് എഫേസോസിലുള്ളതായ ദൈവമക്കളോട് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ അതുകൊണ്ടാണ് എഫേസോസിലെ ദൈവമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. പ്രിയപ്പെട്ടവരെ, അതിനുള്ളതായ മറുപടി എന്താണ്? അവിടെയുള്ളതായ ദൈവമക്കൾ എന്താണ് അപ്പോസ്തലനോട് മറുപടി പറയുന്നത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ളതായ ദൈവമക്കൾ, മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നതായ ദൈവമക്കൾ, വചനം കേട്ടു എന്ന് പറയുന്നതായ ദൈവമക്കൾ, അവർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഇതെന്താണ് ഈ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവിടെയുള്ള ദൈവമക്കൾ അപ്പോസ്തലനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും വാസ്തവത്തിൽ അനേക ക്രൈസ്തവർ ഇങ്ങനെയല്ലേ, അനേക വിശ്വാസികൾ എന്ന് പറയുന്നവർ ഇങ്ങനെയല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ വിശ്വാസത്താൽ ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ? വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവത്തിന് ജീവനുള്ള പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴുന്നതായ ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എഫേസോസിലെ ദൈവമക്കൾ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താണ് ഈ പരിശുദ്ധാത്മാവ്? ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ആ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? പ്രിയപ്പെട്ടവർ, ഇന്നും അനേകർക്ക് അറിഞ്ഞുകൂടാ ആരാണ് ഈ പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ സത്യത്തിൻ്റെ പാതയിൽ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൽ, ഇതാ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ജീവനുള്ള ദൈവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നവനും മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായ ഒരു അത്ഭുത ശക്തിയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൂട്ടായ്മയിൽ വന്ന്, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ വന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവനുള്ള ക്രിസ്തു, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. അത് വാക്കുകൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ, വർണ്ണനയ്ക്ക് അതീതമാണ് അനുഭവം. അതൊരു ഹെവൻലി എക്സ്പീരിയൻസ് ആണ്. അതൊരു സ്വർഗീയ അനുഭൂതിയാണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരിക. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുക. ഈ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ?
ഈ പരിശുദ്ധാത്മാവിന് സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവമാണോ അത്? ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞാനും കേട്ടിട്ടിരുന്നില്ല പ്രിയപ്പെട്ടവരെ. എനിക്കും അറിയില്ലായിരുന്നു ഈ പരിശുദ്ധാത്മാവ് ആരാണ്. എന്നാൽ എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. അത് ഞാൻ അനുഭവിച്ചൊരു സത്യമാണത് പ്രിയപ്പെട്ടവരെ. അന്ന് ഞാൻ ഓർക്കുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതായ ചില വാഗ്ദത്തങ്ങൾ ഞാൻ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അരുമ ശിഷ്യനായ തൻ്റെ അരുമ മകനായ തീമോത്തിയോസിനോട് 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ ജ്വലിപ്പിക്കണമെന്ന്. അന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ 22-ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതായ ഒരു സ്വർഗീയ വാഗ്ദത്തമാണത്. എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ ജ്വലിപ്പിക്കണമെന്ന്, അത് നീ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ജീവനുള്ള പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ ജീവനുള്ള ആത്മാവ് അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, അത് ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. ഈ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്, അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, അത് ഐക്യത്തിൻ്റെ ആത്മാവാണ്, അത് ഭിന്നതയുടെ ആത്മാവല്ല, അത് കലക്കത്തിൻ്റെ ആത്മാവല്ല. പ്രിയപ്പെട്ടവരെ, അത് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും സുബോധത്തിൻ്റെയും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഈ ജീവനുള്ള ശക്തിയുടെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ. അതുമാത്രമല്ല, ജീവനുള്ള ദൈവം അന്ന് എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാൾ നീങ്ങിപ്പോകയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 59-ാം അധ്യായം 21-ാമത്തെ വാക്യമാണത്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാൾ നീങ്ങിപ്പോകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എത്ര നല്ലവനാണ്, ഈ ദൈവം എത്ര വിശ്വസ്തനാണ്. ജീവനുള്ള ദൈവത്തിന് പരിശുദ്ധാത്മാവ്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണോ? നിങ്ങളെ നടത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണോ? നാം ഒന്ന് സ്വയം ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ ഈ ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പ്രിയപ്പെട്ടവരെ, നാം ഏത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, നാം എങ്ങോട്ടാണ് പോകേണ്ടത്, നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും. 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പ്രിയപ്പെട്ടവർ, ദൈവം ഇതിൻ്റെ പദവി എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നടത്തപ്പെടുന്ന ഒരു വിശ്വാസിയുടെ, ഒരു ദൈവവൈതലിൻ്റെ പദവിയാണത്, ഒരു ഭാഗ്യ പദവിയാണത്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവം, ദൃഷ്ടി വെച്ച് നടത്തുന്നവനായൊരു ദൈവം, ഉപദേശിച്ച് വഴി പറഞ്ഞു തരുന്നവനായൊരു ദൈവം. ഈ ദൈവം എത്ര നല്ലവനാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൈവം എത്ര വിശ്വസ്തനാണ്. വഴി തെറ്റാതെ, തെറ്റുപറ്റാതെ സത്യപാത ഏതാണെന്ന് കാണിച്ചുകൊണ്ട് നാം ആത്മാർത്ഥമായി ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചാൽ നമ്മെ സത്യത്തിൽ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം മനോഹരമായ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം, സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ പ്രവാചകൻ എന്താണ് പറയുന്നത്? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ളുക എന്നുള്ള ഒരു ശബ്ദം നീ പിറകിൽ നിന്ന് കേൾക്കുമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ആണ് പ്രിയപ്പെട്ടവരെ അത്. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പ്രിയപ്പെട്ടവരെ, പിറകിൽ നിന്നൊരു വാക്ക് കേൾക്കാം. ജീവനുള്ള ദൈവം നമ്മെ നടത്തുകയാണ്. നീ വലത്തോട്ടാണോ തിരിയേണ്ടത്, അതെയോ ഇടത്തോട്ടാണോ തിരിയേണ്ടത്? ഞാൻ നിന്നെ ഇതാ ഇതിൽ കൂടിയാണ് നടക്കേണ്ടത്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു മകനെ, വഴി ഇതാകുന്നു, നീ ഇതിൽ കൂടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് ഒരു ശബ്ദം നമ്മുടെ പിറകിൽ കേൾപ്പിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്.
ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ പാപത്തോട് യാത്ര പറഞ്ഞവരാണോ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചവരാണോ? ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നവരാണോ? ജീവിതത്തിൽ മനസ്സറിഞ്ഞൊരു തെറ്റ് വരില്ല എന്നുള്ള ഒരു നിർബന്ധം മകനെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഈ സ്വർഗീയ നടത്തിപ്പ്, ഈ ഹെവൻലി ഗൈഡൻസ് നിനക്കും അനുഭവിക്കാം. അത് ഏതാനും ചിലർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നീ നിന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കൂ. നീ പാപത്തോട് യാത്ര പറയൂ. പിശാചിന് ഇടം കൊടുക്കുകയില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ നീ തീരുമാനിക്കൂ. നിന്നെ നടത്താൻ ഒരു ജീവനുള്ള ദൈവത്തിന് പരിശുദ്ധാത്മാവുണ്ട്. നീ ഇടത്തോട്ടാണോ തിരിയേണ്ടത് അതെയോ വലത്തോട്ടാണോ തിരിയേണ്ടത്? നിന്നെ സത്യത്തിൽ വഴി നടത്തുന്ന ഒരു ജീവനുള്ള പരിശുദ്ധാത്മാവ്. എഫേസോസിലെ ദൈവമക്കളോട് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. നാം ദാഹിച്ചാൽ, നാം ആഗ്രഹിച്ചാൽ, നാം പ്രാർത്ഥിച്ചാൽ, നാം അതിനുവേണ്ടി കൊതിച്ചാൽ, നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചാൽ, നാം അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, നാം അടങ്ങാത്ത ദാഹത്തോടുകൂടി ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെന്നുള്ള ദാഹത്തോടുകൂടി നാം പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമേലും വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യാശിക്കുക, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, കൊതിയോടെ ദാഹത്തോടെ ഇരിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ, അങ്ങനെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, അവരോട് കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ജീവനുള്ള പിതാവായ ദൈവം നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. 2-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവിക വാഗ്ദത്തമാണ്. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ പകർന്നു തരുന്ന ആത്മാവാണിത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതിന്? ഈ ജീവന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ തലമേൽ പ്രാവ് പോലെ പറന്നു വന്ന് ഇറങ്ങുവാൻ സഹോദര നീ കൊതിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ഉള്ളവതിന് വേണ്ടി കൊതിക്കുന്നുണ്ടോ? അതിനുവേണ്ടി വില കൊടുക്കാൻ നിനക്ക് മനസ്സാണോ? ഒരു പൂർണ്ണ ആത്മീയനായി, ഒരു പൂർണ്ണ വിശുദ്ധനായി ഈ തലമുറയിൽ കറപറ്റാതെ ജീവിക്കണമെന്നുള്ള ഒരു വാഞ്ച നിനക്കുണ്ടോ? അത് നിനക്ക് സാധിപ്പിച്ചു തരുന്നത് ഈ ജീവനുള്ള പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38-39 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. ഇത് ദൈവം ദാനമായി തരുന്നതാണ്. രക്ഷദാനമാണ്. പരിശുദ്ധാത്മാവും ദാനമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ദാനമാണെങ്കിലും ഇതിനു വേണ്ടി നാം വില കൊടുക്കണം. ഇത് വലിയ സ്വർഗീയ നിധിയാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവെന്ന നിധി കിട്ടണമെങ്കിൽ സകലതും വിറ്റ് വാങ്ങേണ്ട നിധിയാണിത്. ഈ ലോകത്തിലെ ഇമ്പങ്ങളോടും ഈ ലോകത്തിലെ മോദങ്ങളോടും ഈ ലോകത്തിൻ്റെ സകല കൂട്ടുകെട്ടുകളോട് യാത്ര പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ഒരു ഭക്തനായി, ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി, ക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരനായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായി ജീവിക്കണമെന്ന് സഹോദര നീ കൊതിച്ചാൽ, നീ ആഗ്രഹിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ ജീവിതം അതിനുവേണ്ടി നീ വേർതിരിച്ചാൽ ഈ സ്വർഗത്തിലെ നിക്ഷേപം, ഈ ദാനം നിനക്കും സൗജന്യമായി ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, സഹോദരൻ നിനക്ക് ദാഹമുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന് വേണം. നിനക്ക് ദാഹമുണ്ടോ? ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് പറയുന്നത്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകുന്നതായ ഒരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും തികഞ്ഞവനായിട്ട് പറയുകയല്ല, ഞാനും ഇതെല്ലാം പ്രാപിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ല. എന്നാൽ ഇതെല്ലാം പ്രാപിക്കാനുള്ള ദാഹത്തോടും ആവേശത്തോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഞാനിത് പറയുന്നതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും.
ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു. അടുത്ത വാക്യം എന്താണ്? അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം ദാഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വന്നാൽ, നാം ദാഹത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, നാം ദാഹത്തോടെ മുട്ടിപ്പായിട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഈ ജീവജലം നമുക്ക് സൗജന്യമായി തരുന്നൊരു ദൈവമുണ്ട്. മാത്രമല്ല, ഈ ജീവജലം നമ്മിലേക്ക് പകർന്നിട്ട് നാം അനേകർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കതിനുള്ളതായ വാഞ്ചയുണ്ടോ? ജീവജലത്തിന് നദികൾ എന്നിൽ നിന്ന് ഒഴുകണമെന്ന്, എൻ്റെ അടുക്കൽ വരുന്നവർക്ക് ആത്മീയ ദാഹം ശമിപ്പിച്ചു കൊടുക്കുന്ന ആത്മാവിൻ്റെ ജീവജലം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് നിങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുന്നുണ്ടോ? അതേ ഒരു താണ നിലവാരത്തിൽ ഇരുന്നാൽ മതിയോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാഹിക്കുന്നവൻ വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 1 വാക്യത്തിൽ എന്താണ് പ്രവാചകൻ പറയുന്നത്? അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ എന്നാണ് ദൈവം വിളിക്കുന്നത്. നിങ്ങളുടെ ദ്രവ്യം വേണ്ട, നിങ്ങൾക്ക് പൈസയില്ല, ഒന്നും മുടക്കേണ്ട, നിങ്ങൾ അധ്വാനിക്കേണ്ട. എന്നാൽ ദാഹത്തോടെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ദ്രവ്യമില്ലാത്തവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ എന്നാണ് പറയുന്നത്. വന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. പിന്നെ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ വീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവ്, സ്വർഗീയ പാലാകുന്ന പരിശുദ്ധാത്മാവ്, സ്വർഗീയ വീഞ്ഞാകുന്ന ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗജന്യമായി വാങ്ങി തിന്നുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം. ഇതെല്ലാം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് ദൈവിക വാഗ്ദത്തമല്ലേ? വിശ്വാസത്താൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ദാഹമുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമേൽ ഇറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായം 5 വാക്യം നമുക്ക് വായിക്കാം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമേൽ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ലഭിക്കുന്ന അനുഭവം എന്താണ്? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അതൊരു സ്വർഗീയ അനുഭവമാണ്. ഞാനത് ലഭിച്ചു എന്നല്ല പ്രിയപ്പെട്ടവരെ പറയുന്നത്, എനിക്ക് ലഭിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാനതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ തീ കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന ഒരു ദൈവമാണ്. തീ കൊണ്ടുള്ളതായ ഒരു കഴുകൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? തീ കൊണ്ടുള്ളതായ ഒരു കഴുകൽ വേണമെന്ന് ഞാൻ എന്നും നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കഴുകൽ എനിക്ക് വേണം. അത് അനുഭവിച്ചതായ ചില ദൈവദാസന്മാരുടെ എല്ലാം അനുഭവം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനും കൊതിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവാകുന്ന തീ കൊണ്ട് എന്നെ ഒന്ന് കഴുകിയെടുക്കുന്നതായ ഒരു അനുഭവം, എൻ്റെ ആന്തരികവും ബാഹ്യവുമായ എൻ്റെ ഓരോ അവയവങ്ങളിലും, എൻ്റെ ഓരോ കോശങ്ങളിലും, എൻ്റെ ഓരോ പരമാണുവിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ട് എന്നെ കഴുകിയെടുക്കുന്നതായ ഒരു അനുഭവത്തിന് വേണ്ടി ഞാനും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കഴുകൽ? എൻ്റെ ആളത്വത്തിലുള്ള, എൻ്റെ സ്വഭാവത്തിലുള്ള, എൻ്റെ പ്രകൃതത്തിലുള്ള, എൻ്റെ രക്തഘടനയിലുള്ള സകല പാപപ്രകൃതികളും പാപപ്രവണതകളും പാപത്തോടുള്ള ആസക്തികളും എല്ലാം കത്തിച്ചു കളയുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ളതായ ഒരു കഴുകൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം കൊതിക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ, ആ സ്വർഗീയ തീ കൊണ്ട് എന്നെ ഒന്ന് കഴുകിയെടുക്കണമേ എന്ന്, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമേ എന്ന്, എൻ്റെ ഈ ആളത്തൊന്ന് മാറ്റിത്തരണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ദാഹിച്ചാൽ സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ ജീവനുള്ള പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയാണ്. അവൻ ദാഹിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് എങ്കിൽ, അവൻ പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്നതാണ് എങ്കിൽ, അവൻ ദാഹിക്കുന്നവർക്ക് കൊടുക്കുന്നവനാണ് എങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ഈ പരിശുദ്ധാത്മാവിൻ്റെ കഴുകൽ ജീവനുള്ള ദൈവം ഈ ബലഹീനായി എനിക്കും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കഴുകൽ എനിക്ക് തരണമേ എന്ന് നാം താണ നിലവാരത്തിൽ നിന്നാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ മേടിച്ച്, രോഗസൗഖ്യം മേടിച്ച്, കടബാധ്യത മാറിക്കിട്ടി, കുടുംബ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറി, മക്കളെല്ലാം ഐശ്വര്യമായിട്ട് വന്നു, അവരെല്ലാം വിദേശത്ത് പോയി സുഖമായിട്ട് ജീവിക്കുക, ഇതല്ല പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതം. പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ടുള്ളതായ ഒരു കഴുകൽ ലഭിക്കുക, ഒരു സ്വർഗീയ ആ സൗഭാഗ്യത്തിന് വേണ്ടി ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ആ ഉയർന്ന പദവിയിലേക്ക് കയറി വരുവാൻ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ളതായ ഒരു കഴുകൽ.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അനുഭവം എന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ആകണമെങ്കിൽ, യേശുക്രിസ്തുവിന് വേല ചെയ്യണമെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധമായ സ്വർഗീയ കാര്യപരിപാടി ചേർന്ന് നിന്ന് എനിക്കൊരു പ്രയോജനമുള്ള ഒരു മാനപാത്രമായി തീരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ഒരു അത്യന്ത ശക്തിയാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിലാണ് പകർന്നിരിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. ഈ അത്യന്ത ശക്തി, പ്രിയപ്പെട്ടവരെ, ഈ അത്യന്ത ശക്തി നിങ്ങളുടെ ഈ മൺകൂടാരത്തിൽ പകർന്നു കിട്ടിയിട്ടുണ്ടോ? ഈ അത്യന്ത ശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ അത്യന്ത ശക്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രിയരെ, ഈ അത്യന്ത ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹത്തോടെ മുട്ടിപ്പായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതെങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി, ഈ അത്യന്ത ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെ എന്താണ് നാം വായിക്കുന്നത്? ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പത്രോസ് കൊർന്നല്യോസിന് വീട്ടിൽ ചെന്നിരിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സ്വർഗീയ ശുശ്രൂഷയാണ് ഇവിടെ. ദൈവീക ആലോചന പ്രകാരം ഇതാ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ അവൻ്റെ ചാർച്ചക്കാരെയും ബന്ധപ്പെട്ടവരെയും അയൽക്കാരെയും സ്നേഹിതരെയും എല്ലാം വിളിച്ചുകൂട്ടി ഇതാ വചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഇതാ ഞങ്ങൾ കേൾക്കുവാൻ വേണ്ടി, അത് വിശ്വസിക്കുവാൻ വേണ്ടി, അത് അനുസരിക്കുവാൻ വേണ്ടി, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും കേൾക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു എന്നാണ് ഇതാ കൊർന്നല്യോസ് അപ്പോസ്തലനായ പത്രോസിനോട് പറയുന്നത്. അങ്ങനെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ഒരു വചന ശുശ്രൂഷ നടക്കുകയാണ്. പ്രസംഗിക്കുന്നത് അപ്പോസ്തലനായ പത്രോസാണ്. എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? ഈ വചനങ്ങൾ അപ്പോസ്തലനായ പത്രോസ് പ്രസ്താവിക്കയിൽ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്തോടെ ഇരുന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിൽ കൂടി ജീവനുള്ള ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് ഊതുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ എന്ന് ഊതണമേ എന്ന് നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ സ്വർഗീയ പ്രാവാകുന്ന പരിശുദ്ധാത്മാവ്, ഈ സ്വർഗീയ പ്രാവാകുന്ന സ്വർഗീയ അഗ്നി എൻ്റെ തലമേലൊന്ന് പറന്നു വരണമേ എന്ന് നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊതിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഊതുവാൻ? ജീവനുള്ള ക്രിസ്തു നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ ഇരുന്നാൽ ഈ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമേൽ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഊതുന്നത് ഞാനല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ ഈ വചനത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി നമ്മുടെ തലമേൽ വന്ന് വീഴുകയാണ്. ഈ പരിശുദ്ധാത്മാവിന് തീ വന്ന് വീണാൽ നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, നാളുകളായിട്ട് നമ്മുടെ കുടുംബത്തിന്മേൽ തലമുറകളായിട്ട് വ്യാപരിക്കുന്നതായ സകല ബന്ധനങ്ങളും ഈ പരിശുദ്ധാത്മാവിന് തീ വന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ തലമുറകളിൽ നിന്നും കത്തിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 14-15 വാക്യമായി നമുക്ക് വായിച്ച് കേൾക്കാം. 8-ാം അധ്യായം 14-15 വാക്യം. അവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടുവന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടവരാണ്, വചനം കേൾക്കുന്നവരാണ്. പക്ഷേ അന്നുവരെയും അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും അവിടെ ചെന്ന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. അത് കൂട്ടായിട്ടുള്ളൊരു അനുഭവമല്ല. കൂട്ടായിട്ട് ഒരുപക്ഷെ ലഭിക്കുമായിരിക്കും, എന്നാൽ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണത്. പരിശുദ്ധാത്മാവ് എൻ്റെ തലമേൽ ഇറങ്ങി വരിക, പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വരിക. പ്രിയപ്പെട്ട ദൈവം, ഇതിലെ നിനക്ക് ഈ അനുഭവമുണ്ടോ? പരിശുദ്ധാത്മാവിനെ തൊട്ടതായ അനുഭവം, പരിശുദ്ധാത്മാവിന് തീ നിന്നെ സ്പർശിച്ചതായ അനുഭവം. പരിശുദ്ധാത്മാവിന് തീ നിന്നെ തൊട്ടാൽ നീ ആള് മാറും, നിന്റെ സ്വഭാവം മാറും, നിന്റെ പ്രകൃതം മാറും, നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്റെ ലക്ഷ്യം മാറും. പ്രിയപ്പെട്ട സഹോദര, നിന്റെ കാഴ്ചപ്പാട് മാറിയോ? നിന്റെ ലക്ഷ്യം മാറിയോ? നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? എനിക്ക് ഈ ഭൂമിയിൽ ആയുസ്സുണ്ടെങ്കിൽ എനിക്ക് യേശുവിന് വേണ്ടി ജീവിച്ചാൽ മതി എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രിയപ്പെട്ട ദൈവം ഇതിൽ നീ വന്നുവോ? പരിശുദ്ധാത്മാവിന് തീ തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ഒന്ന് തൊടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9 വാക്യം നാം വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു തരുന്നവനായ ജീവനുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9 വാക്യം. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്താണ് ഒരു മാർഗം? യാചിക്കുക. യാചിക്കുന്നത് ആരാണ്? ഇല്ലാത്തവനാണ് യാചിക്കുന്നത്. ഇല്ല എന്ന് സമ്മതിച്ചുകൊണ്ട്, ഉള്ള അവസ്ഥ സമ്മതിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ ആ സ്വർഗീയ ശ്രീഭണ്ഡാരത്തിന് മുമ്പിൽ ചെന്ന് യാചിക്കുക. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾ കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എന്താണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനുള്ള വഴി? എന്താണ്? നിങ്ങൾ അന്വേഷിക്കുക. ദൈവവചനത്തിൽ കൂടി അന്വേഷിക്കുക. എന്താണ് ഇതിന് മാർഗം? ദൈവവചനം പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗീയ കൃപാസനത്തിന് മുമ്പിൽ ചെന്ന് നിങ്ങൾ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുക. കിട്ടുന്നവരെയും മുട്ടിക്കൊണ്ടിരിക്കുക. കൃപ ലഭിക്കുന്നവരെയും മുട്ടിക്കൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടുന്നവരെയും നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുക. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. പിന്നെ യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമാണ് പ്രിയപ്പെട്ടവർ, വാഗ്ദത്തമാണ്. യാചിക്കുന്ന ഏവനും ലഭിക്കും. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മുട്ടുന്നവന് തുറക്കുമെന്ന് യേശുവാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ഒരു അപ്പനോടെ മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ജീവനുള്ള ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. എന്താണ് വചനം? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്നാണ് ദൈവത്തിന് വചനം. അധികമായി തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അധികമായി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്വർഗീയ ദാനമാകുന്ന, സ്വർഗീയ വാഗ്ദത്തമാകുന്ന ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട്, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ഈ വാഗ്ദത്തം കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ കുരിശിൻ ചൂടിലേക്ക് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഇങ്ങനെ നിന്റെ വചനമുണ്ടല്ലോ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് ജീവനുള്ള ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ അവൻ്റെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. ഈ സ്വർഗീയ ദാനം, ഈ സ്വർഗീയ സമ്പത്ത് സൗജന്യമായ കർത്താവ് നമുക്ക് തരുന്നതാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ഉം 26-ഉം വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ ദൈവം നമുക്ക് തരുന്നതെന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് എളിമയോടെ അവന്റെ കുരിശിൻ ചൂട്ടിലേക്ക് ചെന്നാൽ മതി. എന്താണ് നമ്മൾ വായിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. സ്വർഗത്തിലെ ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. നിങ്ങൾ നിർമ്മലരായി തീരും. പ്രിയപ്പെട്ടവർ, ഏതാണ് ഈ നിർമ്മല ജലം? അത് യേശുക്രിസ്തുവിന്റെ ഊനമില്ലാത്ത ആ പരിശുദ്ധ രക്തമാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ആ തിരുരക്തം, ആ ഊനമില്ലാത്ത രക്തം, ആ ശുദ്ധീകരിക്കുന്ന തിരുരക്തം നിങ്ങളുടെ മേൽ തളിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തളിക്കപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിക്കപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും. സകല മ്ലേച്ഛതകളും സകല മലിനതകളും സകല വിഗ്രഹങ്ങളെ നീക്കി ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതെല്ലാം ചെയ്തു തരാമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കാം, ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കാം, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരാം. പിന്നെയോ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പ്രിയപ്പെട്ടവരെ, പുതിയൊരു ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിന് ഒരു നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു പുതിയ ഹൃദയം ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പുതിയ ആത്മാവിന് നിങ്ങളുടെ തലമേൽ പകരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മത്തിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പാപത്തോടെ യാത്ര പറയാം. ഇന്നത്തെ അവസ്ഥയിൽ ഈ ജീവന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വരുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ആ നിർമ്മല ജലം തളിക്കുന്ന ക്രൂശൻ ചൂട്ടിലേക്ക് നമുക്ക് ഓടി വരാം. ആ ക്രൂശൻ ചൂട്ടിലേക്ക് നമുക്ക് അഭയപ്പെടാം. അവന്റെ തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവേ, ആ നിർമ്മല ജലം ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ ഒരു തുള്ളി ഒന്ന് വീഴിക്കണമേ. ഞങ്ങൾക്കൊരു നിർമ്മല ഹൃദയം തരണമേ.
തരണമേ. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം തരണമേ. ആ പുതിയ ഹൃദയത്തിലേക്ക് നിന്റെ പുതിയ ആത്മാവിനെ നിക്ഷേപിക്കണമേ. ഈ വചനം കേൾക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ ദാനം അവിടുന്ന് നിക്ഷേപിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേൽ ഇപ്പോൾ അവിടുന്ന് ഊതിത്തരണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ ഈ തീ അയക്കണമേ. ആ പരിശുദ്ധാത്മാവിന് തീ ഞങ്ങളുടെ മേലൊന്ന് തുടരണമേ. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പാ, നിന്റെ തീയുള്ളവരായി ഈ ലോകത്ത് നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.